എല്ലാവർക്കും നേച്ചർ റൂട്ട്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വഴുതന നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ എങ്ങനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. കൂട്ടത്തിൽ ചാനലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. നമുക്ക് വീഡിയോയിലേക്ക്. വഴുതനയുടെ വിത്തുകൾ നമുക്ക് ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. ഇതുപോലെ ബിഗിനേഴ്സായിട്ട് തൈകൾ നടുന്നവരുണ്ടെങ്കിൽ അവർ ഓൺലൈനായിട്ട് വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഹൈബ്രിഡായിട്ടുള്ള വിത്തുകൾ നമ്മൾ വാങ്ങിച്ച് നടുമ്പോൾ ഒരുപാട് പ്രയോജനങ്ങൾ നമുക്കുണ്ട്. പ്രതിരോധശേഷി വളരെ കൂടുതലായിരിക്കും ഹൈബ്രിഡ് തൈകൾക്ക്. അത് മാത്രമല്ല കായ്ഫലവും ഒരുപാട് കാലം നമുക്ക് ലഭിക്കുകയും ചെയ്യും. വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ഹൈബ്രിഡായിട്ടുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വഴുതന തൈകൾ നമുക്ക് ഗ്രോ ബാഗിലും അല്ലെങ്കിൽ വെറുതെ മണ്ണിലും ഒക്കെ ആയിട്ട് നടാനായിട്ട് സാധിക്കും. മണ്ണിൽ ഏറ്റവും കൂടുതൽ നടുന്നതായിരിക്കും നല്ലത്. കാരണം ഒരുപാട് കായ്ഫലം ലഭിക്കും. അങ്ങനെ മണ്ണിൽ മാത്രമായിട്ട് നട്ട് കഴിഞ്ഞാൽ നമ്മൾ മണ്ണൊരുക്കാൻ നേരത്തെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മണ്ണ് നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കണം വഴുതനയ്ക്ക്. ഒരുപാട് വായുസഞ്ചാരം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തൈകൾ വളർന്നു വരും. വിത്തിട്ട് മുളച്ച തൈകൾ ഒരാഴ്ചയ്ക്ക് ശേഷം നമുക്ക് പറിച്ച് മാറ്റി നടാം. ഗ്രോ ബാഗിലാണെങ്കിൽ നമുക്ക് അടിവളമായിട്ട് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കമ്പോസ്റ്റ്, ഏല കമ്പോസ്റ്റൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്ത് കൊടുക്കാം. 3 ആഴ്ച പരുവത്തിലേക്കൊക്കെ എത്തിക്കഴിയുമ്പോഴേക്കും നമ്മുടെ വഴുതനയിൽ പൂവൊക്കെ കുത്താനായിട്ട് തുടങ്ങും. പൂ കുത്തി തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ബൂസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഇലയൊക്കെ കത്തിച്ചിട്ട് കിട്ടുന്ന ചാരം ഇത് നമുക്ക് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമുക്ക് ചുറ്റിനും ഒഴിച്ചു കൊടുക്കാം. 1 മീറ്റർ ഡിസ്റ്റൻസിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കുക. ചാരം ഇലയിലൊക്കെ വീണ് കഴിഞ്ഞാൽ ചെറിയ പാടുകളും ഇല്ലെങ്കിൽ ഇലയിലൊക്കെ കരിഞ്ഞു പോകാനൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് 1 മീറ്റർ ഡിസ്റ്റൻസ് വിട്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് പറഞ്ഞത്. പൂക്കൾ കായ്കളാകുന്ന ടൈമിൽ ചെയ്യുന്ന അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ തൈകൾ ഒരു കമ്പ് ഉപയോഗിച്ചൊരു താങ്ങ് കൊടുക്കുക. കായ്കൾ വലുതാകും തോറും കനം കൂടി വന്ന് അത് ഒടിഞ്ഞു പോകാനൊരു ചാൻസ് ഉണ്ട്. അങ്ങനെ ഒടിഞ്ഞു പോകാതിരിക്കാനാണ് തൈകൾ ഒരു കമ്പ് ഉപയോഗിച്ചൊരു താങ്ങ് കൊടുക്കണമെന്ന് പറഞ്ഞത്. വഴുതനയിലുണ്ടാകുന്ന മറ്റൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇലയിൽ ഉണ്ടാകുന്ന ഇല ചുരുട്ടിപ്പുഴു. അതായത് ഇലയുടെ താഴെ ഭാഗത്തായിട്ട് ഇതുപോലെ വെളുത്ത നിറത്തിലും കറുത്ത നിറത്തിലുമായിട്ടുള്ള പുഴുക്കൾ കാണപ്പെടും. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ വേഗം ഒന്നെങ്കിൽ ഇല നുള്ളി നശിപ്പിച്ച് കളഞ്ഞേക്കാം, ഇല്ലെങ്കിൽ വെളുത്തുള്ളി ചതച്ചിട്ട് മിശ്രിതമാക്കിയിട്ട് നമുക്ക് ഇലയുടെ താഴെയും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ സുഡോമോണസ് ലായനി ലയിപ്പിച്ചിട്ട് നമുക്ക് ഇല തൊട്ട് താഴെ വഴിയും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. സുഡോമോണസ് ലായനിയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ തൈകളാകുന്ന പരുവത്തിൽ തന്നെ നമുക്കത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. സുഡോമോണസ് ലായനിയും വെളുത്തുള്ളി മിശ്രിതമൊക്കെ നേരത്തെ രോഗങ്ങൾ വരുന്നത് തടയാനായിട്ട് സഹായിക്കുന്ന ഒന്നാന്തരം പെസ്റ്റിസൈഡ് കൂടിയാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള വഴുതന വീട്ടിൽ തന്നെ കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. 2 വഴുതന തൈകൾ ഉണ്ടെങ്കിൽ നമുക്ക് 2 വർഷത്തോളം നമുക്ക് കായ്ഫലം നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. കൂട്ടത്തിൽ ചാനലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.